അവൻ പോയി. ഓ ദൈവമേ, എനിക്ക് ഭയമാണ്. നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രേതാനുഭവ കഥയാണ്. പ്രേതാനുഭവ കഥകളാണ് എൻ്റെ ഈ ചാനലിൽ, സുനിൽ സുന്ദർ രാമൻ എന്നുള്ള ഈ ചാനലിൽ ഏറ്റവും അധികമായിട്ട് ഞാൻ പറയുന്നത്. പ്രേതാനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും, എന്നാൽ ഇന്നുവരെയും പൂർണ്ണമായും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് പ്രേതങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഇതിന് പിന്നിലുണ്ട്. ഈ മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അധികമായി ഞാൻ ഈ ചാനൽ കൂടി പറയുന്നത്. ശരിക്കും സംഭവിച്ച കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വർഷത്തെ പരിചയം എനിക്ക് എൻ്റെ പിന്നിലുണ്ട്. ആ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലും ഒരു കേസിൽ ശരിയായിരിക്കും, പക്ഷെ അടുത്ത കേസിൽ അതങ്ങനെ ആകണമെന്നില്ല. വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു സൂചന ഇതിന് മുമ്പുള്ളൊരു അനുഭവ കഥയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ഒന്ന് പറയാം. ഒരുപാട് ഈ പ്രേത അനുഭവങ്ങൾ വെച്ചാൽ നമ്മൾ ഒരുപാട് കരയിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, ചിരിപ്പിക്കുന്നതുണ്ട്, ഭയപ്പെടുത്തുന്നതുണ്ട്. നമ്മൾ ഇന്നുവരെ ചിന്തിക്കാത്ത, നമ്മൾക്ക് ഇന്നുവരെ മനസ്സിലാകാത്ത കാര്യങ്ങൾ വരെ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. കുറച്ച് ആൾക്കാർ എന്നെ കാണാൻ വന്നത് അവരുടെ വീട്ടിലെ അവരുടെ ഏറ്റവും ഇളയ സഹോദരന് പ്രേതം പിടിച്ചിരിക്കുന്നു. പ്രേതം പിടിച്ചു എന്ന് വെച്ചാൽ അവൻ ഭയപ്പെടുക വഴി അവനിലേക്കൊരു പ്രേതം വന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു 25-26 വയസ്സ് പ്രായമുണ്ട്. അയാൾക്ക് ഇങ്ങനെ വിദേശത്ത് പോകാനായിട്ടൊരു വിസയും കാര്യങ്ങളും ഒക്കെ ശരിയായി, പാസ്പോർട്ടൊക്കെ ശരിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പോകാനുള്ള ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്നു. അപ്പം ഇദ്ദേഹത്തിൽ കുറച്ച് ദിവസം മുമ്പേ ഒരു മാറ്റം തുടങ്ങി. ഇവർ കണ്ടിരുന്നു. ആദ്യമായിട്ടൊന്ന് ജോലിക്ക് പോകാൻ പറ്റുക. ജോലിക്ക് പോയി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നു. ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും അദ്ദേഹം വീട്ടിൽ വന്നിരിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അതായത് എപ്പോഴും പുറത്ത് കൂട്ടുകാരുമായിട്ടൊക്കെ സഹകരിച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ, ഈ പ്രായമുള്ള ഒരാൾ പിന്നെ കുറച്ച് നാളുകൾ കൊണ്ട് അയാൾ പുറത്തൊന്നും അറിയുമ്പോൾ എപ്പോഴും വീട്ടിൽ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നാട്ടിൽ ജോലിക്ക് പോകാതെ വന്നപ്പോഴത്തേക്കാണ് എല്ലാവരും കൂടി ഇദ്ദേഹത്തെ വിദേശത്ത് വിടാൻ വേണ്ടി, അവരുടെ ചെറിയ ബന്ധുക്കൾക്ക് വിദേശത്തുണ്ട്, അപ്പോൾ വിദേശത്ത് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടൊരു വിസയൊക്കെ സംഘടിച്ചിട്ട് വിദേശത്ത് പോകാനായിട്ട് എല്ലാം റെഡിയായി വന്നു. അപ്പം വിസ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഉത്സാഹം തോന്നി, പോകാം എന്നുള്ളത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു താല്പര്യം തോന്നി. അങ്ങനെ എല്ലാം റെഡിയായി പോകാൻ 2-3 ദിവസം ഉള്ളപ്പം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സന്ധ്യാസമയമായപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് വയലൻ്റായി. വയലൻ്റ് എന്ന് വെച്ചാൽ ഈ പ്രേതം വന്ന് ശരീരത്തിൽ കൂടി കാണിക്കുമ്പോൾ കാണിച്ചിട്ട് ഇതിൻ്റെ പോകാനുള്ള പേപ്പർ, അതായത് ടിക്കറ്റോ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാം കൂടെ എടുത്ത് വലിച്ച് കീറി നശിപ്പിച്ച് കളയാൻ ഒരു ശ്രമം നടത്തി. എല്ലാവരും കൂടെ പെട്ടെന്ന് ഒന്ന് അതൊക്കെ പിടിച്ചു വാങ്ങിച്ചു. അപ്പോൾ യവൻ കിടന്ന് വിളിക്കുന്നത്, എനിക്ക് പോകണ്ട, എനിക്ക് ഒരിടത്തും പോകണ്ട, എനിക്ക് ഇവിടെ നിൽക്കണം, എനിക്ക് എൻ്റെ മകനെയും കുട്ടികളെയും എനിക്ക് കണ്ടുകൊണ്ടേ ജീവിക്കണം. ഇവരന്തം വിട്ടു. ഇവൻ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അവൻ്റെ 2 ചേട്ടന്മാരുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞവരാണ്. പിന്നെ മുറയ്ക്കുള്ള ആൾക്കാർ, സഹോദരന്മാരൊക്കെ അടുത്തടുത്ത് ഒക്കെ താമസിക്കുന്നുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞു. പക്ഷേ ഇവൻ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ആ കുടുംബത്തിലെ ഇയാളും കൂടെ മാത്രം എന്തോ കല്യാണം കഴിക്കാനുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം ഒരു ജോലിയുണ്ട്, വീട്ടിൽ തന്നെ എന്തോ ജോലി നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാതെ വന്നപ്പോഴത്തേക്കാണ് വിദേശത്തേക്ക് വിട്ട് ഒരു അവധിക്ക് വരുമ്പോൾ കല്യാണം കഴിക്കാന്നുള്ള ധാരണയുടെ പുറത്ത് ഇയാളും സമ്മതിച്ചിട്ടാണ്. പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് ഇദ്ദേഹത്തിന് ഈ വിദേശത്ത് പോകുന്ന കാര്യം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭാവമാറ്റം വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോകാനായിട്ട് തയ്യാറായപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ഇതെല്ലാം ഭ്രാന്ത് പിടിച്ച കണക്ക് ഇതെല്ലാം വലിച്ചുവാരി കളഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിടത്തും പോകുന്നത് എൻ്റെ മകനെയും കുടുംബത്തെയും കണ്ട് എനിക്കിവിടെ ജീവിക്കണം. മകൻ അപ്പം ഈ കല്യാണം കഴിക്കാത്തവൻ എവിടുന്ന മകന്? അങ്ങനെ ഒരുപാട് പേര് അവനോട് ചോദിക്കുന്നു. എന്താ അവനറിയില്ല, പക്ഷെ ബോധം വരുമ്പോൾ അവൻ എന്താണ് പറഞ്ഞതെന്ന് അവനറിയില്ല. പക്ഷേ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവർക്ക് യാത്ര മുടങ്ങി. അങ്ങനെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഇവർ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, ഒരു പ്രേതം പിടിച്ചതാണ്. അപ്പോൾ എനിക്കറിയാവുന്നുള്ളൊരു പോറ്റിയാണ്. അയാൾ നേരെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് ഇവർ ഈ പാർട്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യം ഇതാണ്, സംഭവം ഇതാണ്. അപ്പോൾ വീട്ടിലേക്ക്, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയി പരിശോധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണം. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെ മുൻപിലിരുത്തി അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ട് നമ്മൾ രാശി വെച്ചാൽ മാത്രമേ, അവരുടെ സാന്നിധ്യത്തിൽ രാശി വെച്ചാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കത് വഴി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഇങ്ങനെയുള്ളതൊന്നും നമ്മളെ വഴി തെറ്റിച്ച് തന്നെ കൊണ്ടുപോകും. ഒരിക്കലും നമ്മൾ നേരായ വഴി കൂടെ കൊണ്ടുപോവുകയില്ല. അവർ പറയുന്ന പേരോ നാളോ, അതായത് ഈ
ശരീരത്തിൻ്റെ അല്ല, ഈ ശരീരത്തിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു ശക്തി, അതാണല്ലോ പ്രേതമെന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും അത് മരണപ്പെട്ടു പോകും, ഇപ്പോൾ ശരീരമില്ലാതെ അലിയുന്ന ഒരു ആത്മാവ്, അതായിരിക്കും അങ്ങനെയുള്ളതാണ് ശരീരത്തിലേക്ക് ജീവിച്ചിരിക്കുന്ന മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തെ കയറുകയും അതാണ് ഇത് കണക്കുള്ള വിക്രിയകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് ആരാണ്, എന്താണ് അതിൻ്റെ നക്ഷത്രം, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ പൂർണ്ണമായും ആവാഹിച്ചെടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ പറ്റും, പക്ഷെ അതിന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മളിത് അറിയാനൊരു ശ്രമം നടത്തും. ഇതിൽ ഒരു 100 ഇതേ കണക്കുള്ള സംഭവങ്ങൾ പോകുമ്പോൾ 90ഉം 95ഉം ആദ്യമേ നമ്മളെ വഴിതെറ്റിക്കും. കള്ളപ്പേര് പറയും, നക്ഷത്രം അങ്ങനെ പലതും പറയും. നമ്മൾ നമ്മുടെ ഒരു മുൻപരിചയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില സ്ഥലങ്ങൾ നമ്മൾ തോറ്റുപോയിട്ടുണ്ട്. തോറ്റുപോയിച്ച് ആദ്യം പറയുന്നതൊന്നും ആയിരിക്കില്ല അത്. അങ്ങനെ ഇതിൻ്റെ അടുത്ത് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പരിഹരിക്കാൻ ആദ്യം ഇത് കണ്ടുപിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നു ഇരുന്നപ്പോൾ സാധാരണ അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഇരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നു, ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇരുന്ന് അവനെ വിളിച്ചിരുത്തി കാര്യം ചോദിക്കാൻ. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കാൻ, എന്താ മുമ്പ് ഇങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അവനങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പം അവനറിയാം ചില സമയങ്ങളിൽ അവൻ പറഞ്ഞ് അവനങ്ങ് ബോധം കെട്ട് പോകുന്നു, പിന്നെ അവന് ഓർമ്മയില്ല. ഓർമ്മ വരുമ്പോൾ വീട്ടുകാരൊക്കെ പറയുന്നു ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് എന്നിൽ എന്തോ ഒരു ഭാരം പോലെ, അവൻ പറയുന്നത് അങ്ങനെയാണ്, എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു ഭാരം എന്നിലേക്ക് വന്ന് ചില സമയങ്ങളിൽ എന്നിലേക്ക് ഇങ്ങനെ വന്ന് അലിഞ്ഞിറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് എനിക്ക് ബോധം നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ എപ്പോഴും ബോധം വരുമ്പോഴത്തേക്ക് അവശനായി കിടക്കുകയാണ്. അവരുടെ ബന്ധുക്കളെല്ലാം ചുറ്റിനുണ്ട്, വെള്ളമൊക്കെ തളച്ചിട്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് 1-2 ദിവസത്തെ അനുഭവങ്ങളായപ്പോഴത്തേക്ക് എനിക്ക് അവിടെ എത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അത് അവനറിയാവുന്നുള്ളത് ഇത്രയേ ഉള്ളൂ. പക്ഷെ അവന് ഉള്ളിൽ ഒരു ഓർമ്മയില്ല എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവൻ്റെ വീട്ടുകാർ ഞാനൊന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു മകൻ്റെ കൂടെ ജീവിക്കണം, മകനും കുടുംബത്തിനെ കണ്ട് ജീവിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും രഹസ്യമായിട്ട് എന്തെങ്കിലും ബന്ധം എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് കുടുംബക്കാരുടെ സംശയം. അവനത് തലയിലടിച്ച് സത്യം ചെയ്തു, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഞാൻ ഈ വിദേശത്ത് പോകാൻ എനിക്ക് ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷെ അതിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തൊഴിലിനോടൊരു വിരക്തി തോന്നി. ഇപ്പം എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് പോകാൻ പറ്റും, അവിടെ പോയാലും ഞാൻ ഇതേ കണക്കായി പോകും. അപ്പോൾ ഇങ്ങനെ ഈ വിസയും ടിക്കറ്റും ഒക്കെ വലിച്ചു കയറാൻ ശ്രമിച്ചു, അതൊന്നും അവനൊരു ഓർമ്മയില്ല. അവൻ എന്ത് ചെയ്തെന്നൊന്നും അവനറിയില്ല. അപ്പം എന്തോ ഒരു വിഷയം ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലായി. അപ്പം വീട്ടുകാർ തന്നെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, എന്തായാലും ഇതിനെ ഒന്ന് ശരീരത്ത് വരുത്തി നോക്കാം. അപ്പം അവനോട് ഞാൻ ചോദിച്ചു, ഏത് സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇത് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവനതൊന്നും അറിയില്ല. ഏത് സന്ദർഭത്തിലും അവന് വരാം. അതായത് വന്നു തുടങ്ങിയ ദിവസങ്ങളായതേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഒരു കാര്യം ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കൊരു അടുത്ത ദിവസം പൂജ തീരുമാനിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ അപ്പോൾ ചോദിച്ചു മനസ്സിലാക്കാം. അപ്പം പൂജാക്കളമൊക്കെ വെച്ചാൽ ഇത് നമുക്ക് അനുഗ്രഹിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളായിട്ട് അനുഗ്രഹിപ്പിച്ചാൽ സ്വയം വന്നാൽ അന്നാണ് തിരിച്ചു പോകും. പക്ഷെ നമ്മളായിട്ട് വിളിച്ചു വരുത്തിയാൽ പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അന്ന് ഞാൻ ഈ ചെന്നിരുന്ന് സംസാരിക്കുന്നത് ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പൂജ തീരുമാനിക്കുന്നു. ഞങ്ങളെല്ലാം കൊണ്ട് അവിടെ എത്തുന്നു. കളവെല്ലാം ഇട്ട് വിളക്കും എല്ലാം വെച്ചിട്ട്, അപ്പോൾ ഇദ്ദേഹം തന്നെ വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവരാനും എല്ലാം നമുക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിനും അറിയാം എന്തോ കുഴപ്പം അദ്ദേഹത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മാറ്റണം. ഇതാരാണ്, എവിടെ നിന്ന് വന്നു, ഏതാണ് ഈ മകനും കുടുംബത്തെയും കണ്ട് ജീവിക്കണമെന്നോ ഇതാരാണെന്നൊന്നും അറിയില്ല. അതിന് ഞങ്ങൾ പൂജയൊക്കെ തുടങ്ങി. അന്ന് എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട്, ഒരു 16 നിലവിളക്കൊക്കെ വെച്ചിട്ട് വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പൂജ ചെയ്യുന്നത്. കാര്യം വെച്ചാൽ ഇതിനെ എങ്ങനെയും വിളിച്ചു വരുത്തിയേ പറ്റും. അപ്പോൾ കുറച്ച് ശക്തമായ രീതിയിൽ. അപ്പോൾ 16 വിളക്കെന്ന് വെച്ചാൽ 16 വിളക്കിലും 16 ദേവതമാരെ നമ്മൾ ഇരുത്തി ചെയ്യുന്നതാണ്. കുറച്ച് വിശാലമായിട്ട് തന്നെയാണ് അന്ന് ചെയ്തത്. എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാകും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പൂജ തുടങ്ങി. ഇദ്ദേഹത്തിന് ഒരു ഭാവമാറ്റവും ഇല്ല. ഒരു ട്രിപ്പ് പൂജയൊക്കെ കഴിഞ്ഞു. ആദ്യം നിവേദ്യം കഴിഞ്ഞു. നിവേദ്യം കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി ചൂട് വെള്ളമൊക്കെ കുടിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കാപ്പിയോ ചായ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ ഇദ്ദേഹം കൂടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. കുറച്ച് ചെറിയ രീതിയിൽ നമ്മൾ തമാശ പറയും, അദ്ദേഹമൊക്കെ തമാശ പറയും. അദ്ദേഹത്തിന് ഒരു ഭാവമാറ്റവും ഇല്ല. രണ്ടാമത് പൂജ തുടങ്ങി. ഇദ്ദേഹത്തിനെ ഞങ്ങൾ കൊണ്ടിരുത്തി അനുഗ്രഹിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന അത്രയും സമയവും അത്രയും കർമ്മങ്ങൾ ചെയ്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ ശരീരത്ത് ഈ ആൾ വന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ അങ്ങ് മാറുകയാണ്. മാറിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കണ്ണ് കാണാം, പക്ഷെ എങ്കിലും കണ്ണ് കാണാത്ത ഒരാൾക്ക് ഉണ്ടാകുന്ന ചില ചേഷ്ടകളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ഇദ്ദേഹത്തിനോട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പേര് എനിക്കിന്നും ഓർമ്മയുണ്ട്. പഴയൊരു നമ്മളെ മരിച്ച ഒരു സിനിമാ നടൻ്റെ പേരാണ് പറഞ്ഞത്. ഞാൻ പേര് പറയുന്നില്ല.
അതുകൊണ്ട് എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട്. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന സൈറ്റ്, ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക. പേരൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് സത്യമാണോ ഈ പറയുന്നത്? അപ്പം സത്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് ഈ ശരീരത്ത് വന്നത്? അതെൻ്റെ കുഞ്ഞുങ്ങളെ കാണാനാണ്, എൻ്റെ കുഞ്ഞിനെ കാണാനാണ്. എനിക്കൊരു മകനേ ഉള്ളൂ. അവന് 10 വയസ്സുള്ളപ്പോൾ ഞാൻ മരിച്ചു പോയതാണ്. ഇപ്പോൾ എനിക്ക് അവനെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് നാളായിട്ട് ഞാനിവിടെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ശരീരത്തിലേക്ക് കയറാൻ പറ്റി അനുയോജ്യമായ ഒരു ശരീരമാണ് ഈ കുഞ്ഞിൻ്റേത്. അതുകൊണ്ട് ഞാൻ കയറിയതാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് വിദേശത്തേക്ക് പോകാൻ, അതായത് ഇവനൊരു വിദേശത്തേക്കുള്ളൊരു യാത്ര വന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് മുടക്കിയത്. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് ഈ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചത്? അത് സാധാരണഗതിയിൽ അത് മരണപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ കാണേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അത് അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവൻ്റെ ചരിത്രം പറയുന്നത്. ഇവൻ്റെ കണ്ണ് കാണാൻ പറ്റാത്ത ഒരു കുരുടനായിരുന്നു, അന്ധനായിരുന്നു. പക്ഷെ എന്നാൽ അവനൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഇവിടെയൊന്നുമല്ല, ഏതോ ഒരു സ്ഥലം പറയുന്നു, എത്രയോ ദൂരെയാണ്. അവിടെയാണ് അവൻ്റെ ഇത്. അപ്പോൾ ഇത് എത്ര നാളായി മരിച്ചിട്ട്? വർഷങ്ങളായി. അപ്പോൾ കണക്കൊന്നും അവന് ഓർമ്മയില്ല. വർഷങ്ങളായി ഞാൻ മരിച്ചിട്ട്. പക്ഷേ എൻ്റെ മകൻ ഇതിനടുത്ത് താമസിക്കുന്നുണ്ട്. അവനും അവൻ്റെ കുട്ടികളും ഭാര്യയായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് അവനെ കാണാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കൊതി കൊണ്ട് ഞാൻ വന്നതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ മകൻ ഈ ശരീരത്ത് വന്നതിന് ശേഷം എനിക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ട്. ചോദിച്ചു വന്നപ്പോഴാണ് പറയുന്നത്, ഇവരുടെ വീട്ടിന് 2 3 വീടിൻ്റെ അപ്പുറത്ത്, അത് ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്നൊരു ഭാഗത്താണ്. ഇവരുടെ വീട് കഴിഞ്ഞിട്ട് ഒരു കയറ്റം തേരി പോലെ കുന്നു, അത് ഇടിച്ചിട്ട് പിന്നെ താഴോട്ട് കുറേ വീടുകൾ ഇരിപ്പുണ്ട്. താഴോട്ട് അങ്ങ് ഇരിപ്പുണ്ട്. അത് കുറച്ച് താഴേക്ക് ഇറങ്ങിയാണ് പോകുന്നത്. അതിൽ മൂന്നാമത്തെ വീട്ടിലാണ് ഈ താമസിക്കുന്നത്. അത് വാടകയ്ക്ക് വന്ന് താമസിക്കുകയാണ് അവർ. അപ്പോഴാണ് പറഞ്ഞത്, അവിടെ ഇങ്ങനെ ഒരാൾ വന്നിട്ട്, അയാൾക്ക് തന്നെ അപ്പോഴും 50 വയസ്സ് പ്രായമുണ്ട്. അയാളും അയാളുടെ ഭാര്യയും മക്കളുമായിട്ട് അവിടെ താമസിക്കും. അപ്പോൾ പറയുന്നു, അത് എൻ്റെ മകനാണ്. അവൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചുപോയി. എനിക്ക് അതുവരെ അവനെ കാണാൻ സാധിച്ചിട്ടില്ല. ഇത്രയും നാളെ ഞാനിങ്ങനെ പുറകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ശരീരത്ത് കയറി അവനെ എനിക്ക് കൺകുളിർക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കയറിയതാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്കുണ്ട്, എനിക്കുമുണ്ട്. അത് ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അതിന് ഉത്തരം പറയാം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോഴത്തേക്ക് ബന്ധുക്കളെല്ലാം കൂടി അങ്ങോട്ട് ചൂടായ, അത് ഈ ശരീരത്ത് വരാൻ പറ്റും, നീ വേറെ ഏതെങ്കിലും ശരീരത്ത് വയ്ക്കോ, ഇവിടെ പറ്റില്ല, ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, അവനെ കല്യാണം കഴിപ്പിക്കണം, അവന് വിദേശത്ത് ജോലിക്ക് പോകണം, ഇതാണൊക്കെ ഒരു ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഇതങ്ങ് കരച്ചിൽ തുടങ്ങി. കരച്ചിലെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കും വിഷമായി. എന്നെ പറഞ്ഞു വിട്, എൻ്റെ മുഖത്ത് നോക്കിയാണ് അവരിതൊക്കെ പറയുന്നെങ്കിലും അവരാരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. എന്നെ പറഞ്ഞ് കരഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ ആരെയും എൻ്റെ മകനെയാണ് ഇപ്പം ഞാൻ കാണുന്നത്. അവനെ ഞാൻ 10 വയസ്സായി കണ്ടിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഞാനിപ്പോൾ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ, ദിവസങ്ങളാകുന്നതേ ഉള്ളൂ എനിക്ക് അവനെ കാണാൻ പറ്റിയിട്ട്. എന്നെ പറഞ്ഞു വിടരുതേ. ഇതങ്ങ് നെഞ്ചിലടിച്ച് കരയും പോലെ കരയുകയാണ്. വല്ലാത്തൊരവസ്ഥ. പക്ഷേ എനിക്ക് ബന്ധുക്കൾ നിൽക്കുന്നു, എനിക്ക് ഇതിനെ പറഞ്ഞു വിട്ടേ പറ്റൂ. പക്ഷേ ഈ പ്രേതം വന്നിരുന്ന് കരയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം വന്നു പോകുമല്ലോ. പക്ഷേ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ, ജീവിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 25-26 വയസ്സ് പ്രായമുണ്ടെന്നവന്, അവൻ്റെ ശരീരത്ത് വന്നിട്ട് ഈ മകൻ്റെ ജീവിതം കണ്ടിട്ട് ജീവിക്കണം, ഇവനൊരു ജീവിതം ഇല്ലാതായി എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എന്തായാലും നിർബന്ധപൂർവം അതിനെ ഒഴിവാക്കി. പക്ഷെ ഒഴിവാക്കി അവസാന ശബ്ദവും അതിനുശേഷം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ,
വെള്ളമൊക്കെ തളിച്ചവനെ എഴുപ്പിച്ചതിന് ശേഷം പിന്നെ എല്ലാം മുഖിയാക്കി കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ചോദ്യം വന്നത്. ജീവിച്ചിരിക്കുമ്പോൾ, അതായത് ശരീരത്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല, കാഴ്ച കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കാഴ്ച കാണാൻ പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, മുടന്നുണ്ടാകുന്നു, ഇങ്ങനെ പലതും അസുഖങ്ങളുണ്ടാകുന്നു പലതും. പക്ഷെ ആത്മാവിന് അങ്ങനെ ഉണ്ടോ? എനിക്ക് കിട്ടിയൊരു പുതിയ അറിവാണിത്. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ അത് ഒരു ശരീരത്തിൽ വന്നാലേ പറ്റുള്ളൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ കഴിഞ്ഞ അങ്ങേ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്, എനിക്ക് വ്യത്യസ്തമായൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇത് പറയാമെന്ന് പറഞ്ഞത്. അപ്പം ഇതിന് ഈ ഒരു ഉത്തരം, ഇതിനുള്ളൊരു ഉത്തരം ഞാൻ അതിന് ശേഷം എനിക്ക് ഒരുപാട് ഗുരുസ്ഥാനീയരുണ്ട്, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അതിനൊരു വ്യക്തമായിട്ടൊരു മറുപടി തരാൻ സാധിച്ചിട്ടില്ല. ഇന്നും അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് എൻ്റെ മുന്നിൽ ഇന്നും ഉണ്ട്. ഈ എപ്പിസോഡ് ഒരുപാട് പ്രാവശ്യം ഞാൻ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്, ഒരുപാട് പ്രാവശ്യം. ഇതും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. പക്ഷെ ഇതിനൊരു പൂർണ്ണത വരുന്നില്ല. പലരും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. ഒരു ശരീരത്ത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശരീരത്തിന് കാഴ്ചയില്ല, പക്ഷേ ഒരു ആത്മാവിനെ എല്ലാം കാണാനും കേൾക്കാനും സ്പർശിക്കാനും അറിയാനും ഒക്കെ ഉള്ള ഒരു അറിവുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കി വെച്ചിരുന്നത്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു പരിചയം വെച്ചിട്ട് എനിക്ക് ഉള്ള അറിവിനെ പോലും മറികടക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ എന്താണ് പ്രേതാനുഭവങ്ങളെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെ വന്നതിന് ഏകദേശം ഉള്ളതിനെയും ഒഴിപ്പിച്ചു മാറ്റി ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ആവശ്യമായിട്ടുള്ള പിന്നീടുള്ള ജീവിതത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിന് എനിക്കും ഇന്നുവരെയും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഞാനും അന്വേഷണത്തിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കാരണം പ്രേതാനുഭവങ്ങൾ അങ്ങനെയാണ്. അതായത് ഒരു സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്നാലും വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഞാൻ എത്ര കേസ് കൈകാര്യം ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. അത്രയേറെ എണ്ണം ഞാൻ ഈ ഇന്ത്യ മൊത്തം ഞാൻ യാത്ര ചെയ്ത് ഇപ്പോഴും ഞാനത് ഒരുപാട് പ്രേതങ്ങളെ ഇതേ കണക്ക് ആവാഹിച്ച് പിടിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ളൊരു അനുഭവം എനിക്ക് ആദ്യമാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള എത്ര കേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതുമായിട്ട് ഒരു താരതമ്യവും ഇല്ലാത്ത, ഒരു സാമ്യവും ഇല്ലാത്ത ഒരുപാട് കേസ് കെട്ടുകൾ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഇറ്റലിയിൽ വെച്ചിട്ട് ഒരു സ്ത്രീക്ക് അവർ യാത്ര ചെയ്തിരുന്ന കാറിൽ വിജനമായൊരു സ്ഥലത്തൂടെ പോയപ്പോൾ ആ സൈഡ് സീറ്റിൽ ഒരു പ്രേതം വന്നിരുന്ന കഥ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതൊക്കെ പിന്നീട് പരിഹരിച്ച് തീർത്ത കേസ് കേട്ടതാണ് ഇത്. പക്ഷെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രേതത്തിന് രൂപമില്ല. ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെ. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്നുവരെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇവർ കണ്ടു, അതിനുള്ള തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, പ്രേതത്തിന് രൂപമില്ല എന്ന് പറഞ്ഞിടത്ത് തിരുത്തി പറയേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിൽ എനിക്കും അത് അനുഭവപ്പെട്ടെന്ന് വെച്ചാൽ ഞാനത് പോയി പരിഹരിക്കുക വഴി എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, പ്രേതത്തിനെക്കുറിച്ച് പറയുന്ന ഞാനല്ല, ആര് പറയുന്ന കാര്യങ്ങളും ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അത് കാണിക്കുന്ന പ്രകടനങ്ങൾ അതെന്തൊക്കെ കാണിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇനി ഞാൻ പ്രേതാനുഭവ കഥകൾ എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആഴ്ചയിൽ 3 ദിവസം എൻ്റെ അടുത്ത് ആൾക്കാർ ഇത് കണക്ക് വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ഒരുപാട് പേരാണ് വരുന്നത്. ഇപ്പോഴും ചെയ്താൽ തീരാത്ത വിധത്തിലുള്ള ഒരുപാട് കേസുകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പെൻഡിങ്ങായി നിൽപ്പുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് കേസുകളാണ് ഇപ്പോഴും പെൻഡിങ്ങായി നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഇത് കണക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള, നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുപോലും നമുക്ക് സംശയിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ എല്ലാം പറയാം. പക്ഷെ ഒരു കാര്യം, ഇമാതിരി സംഭവങ്ങൾ, അതായത് പ്രേതം എന്ന് പറയുന്ന ഒന്നിനെ കണ്ടിട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേ ഉള്ളൂ. പ്രേതാനുഭവങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ശരീരത്ത് വന്ന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് ശരിയല്ല. ഞാൻ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ അതിന് ഒരുപാട് ഞാൻ ചിന്തിച്ചു. കാണാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ പലരും ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിക്രിയകൾ കാണിക്കുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ നിങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകൂ.
അവിടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും കീഴ്ക്കാവിൽ കുരുതി പൂജ നടക്കുന്നുണ്ട്. ഈ കുരുസി പൂജയിൽ പ്രത്യേകിച്ചും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ പ്രേതം പിടിച്ചവർ വന്നിട്ട് അവിടെ വന്ന് കാണിക്കുന്ന വേലകളെന്ന് പറയുമ്പോൾ ശരിക്കും അവർ ബോധമില്ലാതെ കാണിക്കുന്നതാണ്. ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റിനും കിടന്ന് കാണിക്കുന്ന ആ ഒരു പ്രകടനങ്ങൾ അവർ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ പോയാൽ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകാം, നിങ്ങൾക്കത് സ്വയം ഷൂട്ട് ചെയ്യാം, ഇഷ്ടംപോലെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാണാം. ഈ ഗുരുസി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ആ ചോറ്റൻ്റെക്കര തന്നെ ഉള്ള മേൽക്കാവിൽ അതിൻ്റെ മേൽഭാഗത്തായിട്ട് ശിവക്ഷേത്രമുണ്ട്, ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. അവിടെയും രാവിലെ ഇതിൻ്റെ പകുതിയോളം അവിടെയും ഈ പറഞ്ഞ കണക്ക് ഈ പ്രേതം കയറി തുള്ളുന്ന ആൾക്കാർ, ബഹളം കാണിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നെപ്പോലുള്ളവർ ഇങ്ങനെ ഓരോ കേസായിട്ട് പരിഹരിക്കാൻ പോകുമ്പോൾ അതിനെ ഷൂട്ട് ചെയ്ത് സീരിയൽ പോലെയോ സിനിമ പോലെയോ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ കാണുന്നവർ നിങ്ങളെ ആഗ്രഹവും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കാര്യമില്ല, ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹത്തെയും ഞാൻ ഹനിക്കുന്നില്ല, ഇല്ല എന്ന് പറയുന്നില്ല. നേരെ ചോറ്റാനിക്കര വിട്ടോളൂ. അവിടെ രാത്രി ഒരു 7:45 ശേഷം നിങ്ങൾ കീഴ്ക്കാവിൽ ചെന്നാൽ കണ്ണിറയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലെ തന്നെ പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാലേ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് പരിശോധിക്കുകയും അത് പിന്നീട് പരിഹരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെയാണ് വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായി ഞാൻ മാറ്റിത്തരികയും ചെയ്യാം. എന്നെ അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ എന്നെ നേരിട്ട് നമുക്ക് തമ്മിലിരുന്ന് ജ്യോതിഷം നോക്കാം, അതിനുള്ള സംവിധാനവും ഉണ്ട്. അത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ്. അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരെ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.